Good morning. Good morning. Okay. Last class we discuss last difference personal management HRM difference last class discuss അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താണ് HRM കൺസെപ്റ്റുകളായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് ഡീൽ ചെയ്തത് കേട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, HRMന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRM പറഞ്ഞു, HRMന്റെ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മുടെ പഴയ ഒരു കൺസെപ്റ്റ് HRMന് മുമ്പ് ഉണ്ടായിരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതും HRM തമ്മിലുള്ള ഇന്നത്തെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ആണ് HRMന്റെ HR മാനേജറിന്റെ ഡ്യൂട്ടി. നിങ്ങൾ ഇനി HR കോഴ്സ് ഒക്കെ പഠിച്ച് HRM ഒക്കെ പഠിച്ച് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആരായിട്ടായിരിക്കും പ്ലേസ്ഡ് ആവണത്, ചിലപ്പോൾ HR മാനേജർ ആയിട്ടായിരിക്കും പ്ലേസ്ഡ് ആവണേ, ചിലപ്പോൾ HR മാനേജർ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നതായിരിക്കും HR മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. നമുക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് HR-ലേക്ക് നമ്മൾ പോസ്റ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ ആ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് HR മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, HR മാനേജറുടെ ഡ്യൂട്ടീസ്. നമ്മൾ HR മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്, HR മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അദ്ദേഹമാണ് ഒരു എന്താ പറയുക ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് സ്ഥാനം ഒരു പ്ലേസ് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, HR മാനേജർ എന്ന് പറയുന്നത്. താഴെ പറയുന്നതാണ് HR മാനേജറുടെ ഡ്യൂട്ടീസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് HR മാനേജറുടെ ഡ്യൂട്ടീസ്. A manager of an important division of an organization. നമ്മൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. The duties are usually many and also hold great importance in a company. HR മാനേജർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ HR മാനേജർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഹോൾഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒത്തിരി ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്, HR മാനേജർക്ക് ഉണ്ട്. ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് HR മാനേജേഴ്സ്. താഴെ പറയുന്നതാണ് HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. Comparing and planning to make the best use of employee talent and skill. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. സോ ഇവരെ നല്ല രീതിയിൽ കമ്പയർ ചെയ്യുക, അവരെ പ്ലാൻ ചെയ്യുക, കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് യൂസ് ആണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ജോബ് ഏൽപ്പിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ,
ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയീസ് ടാലന്റ് ആൻഡ് സ്കിൽ. ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റ് ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദർ ടീം. നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് സപ്പോർട്ട് കൊടുക്കാം. വർക്ക് സപ്പോർട്ട് നമ്മുടെ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ട വർക്ക് സപ്പോർട്ടുകൾ കൊടുക്കാം. അതേപോലെ നമ്മളുടെ ആ ഒരു സ്ഥാപനത്തില് അല്ലെങ്കിൽ ആ ഒരു ടീമിൽ ഒരു സ്പെഷ്യലിസ്റ്റ്, ഇതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എംപ്ലോയിയും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ല റിലേഷൻ. ഈ രണ്ട് ഗ്രൂപ്പിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജർക്കാണ്. കാരണം ഓർഗനൈസേഷൻ എടുക്കുന്ന പ്ലാൻസും പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാവും ഓർഗനൈസേഷന്റെ പോളിസീസിന് എതിരുള്ള അല്ലെങ്കിൽ അതിനോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്, അത് എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് ഓർഗനൈസേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജർക്കാണ്. ഗൈഡിങ് ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയീസ് വർക്ക് ഫോഴ്സ്. നമ്മൾ ഗൈഡ് ചെയ്യുക നമ്മളുടെ റിക്രൂട്ടിംഗ് ടീമിനെയും അതേപോലെ ഹയറിംഗ് നമ്മൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് വർക്ക് ഫോഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിനെ ഗൈഡ് ചെയ്യാം. നമുക്ക് എത്ര പോസിബിൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ്സ് പ്രോഗ്രാംസ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലായിട്ട് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള മാനേജിങ് ഇംപ്ലിമെന്റേഷൻ. എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ് എന്താണെന്ന് ജസ്റ്റ് പറയാം. എംപ്ലോയീസിന് വേണ്ട ബെനിഫിറ്റ്സുകൾ ഇപ്പൊ നമ്മൾ ബേസിക് പേ അല്ലെങ്കിൽ സാലറി ഓർ വേജ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണത്? ചിലപ്പോൾ ഡിയർനെസ് അലവൻസ് ആയിരിക്കും, ഹൗസ് റെന്റ് അലവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാറ്റുറ്റി ആയിരിക്കും, പെൻഷൻ ആയിരിക്കും. നമ്മൾ PF എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ PF റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. EPF ആയിട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ എന്തൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, മാനേജ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കുന്നതും ആരാണ്? എംപ്ലോയീസ് ആണ്. സോൾവിങ് ആൻഡ് അവോയ്ഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട് അറൈസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ പല ടൈപ്പ് കോൺഫ്ലിക്റ്റുകൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? വരാനുള്ള ചാൻസ് ഉണ്ട്. ആ തർക്കങ്ങളും അതേപോലെ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ, എല്ലാ മനുഷ്യരും കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവിടെ കോൺഫ്ലിക്റ്റുകൾ വരും. പല വ്യക്തികൾക്കും പല ഡിസിഷൻസ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരും. ദെൻ മേ ബി അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരാണെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജർക്കാണ്. ഇനി അത് ഇന്നത്തേക്ക് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം HR മാനേജർക്കുണ്ട്. കൺസൾട്ടിംഗ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനെ കൺസൾട്ട് ചെയ്യും. ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? HR മാനേജർക്ക്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത HR മാനേജർക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു. അതിന്റെ ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത HR മാനേജറിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ്. HR മാനേജറിന്റെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡേ ടു ഡേ ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കുകൾ നോക്കിയിട്ട് എംപ്ലോയീസിന്റെ ടാലന്റ് നോക്കി, ടാലന്റ് സ്കില്ല് നോക്കി നമ്മൾ ആക്ട് ആയിട്ടുള്ള എംപ്ലോയിനെ വേണം നമ്മൾ ആ ജോബ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. അവർക്ക് വേണ്ട വർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് പോലെ HR മാനേജ്മെന്റ് അത് ക്ലിയർ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് പോലെ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻ, ഒരു എന്താ പറയാ പോസിറ്റീവ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടീം ഉണ്ട്. നമ്മുടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഹയറിംഗ് ടീംസ്, സെലക്ട് ചെയ്യുന്ന ടീമുകൾ, ആ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഏത് ടൈപ്പ് എംപ്ലോയിനെയാണ് വേണ്ടത്, എങ്ങനെയായിരിക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്താണ് HR മാനേജർ. അതേപോലെ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് പ്രോഗ്രാംസുകൾ മാനേജ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി ഓർഗനൈസേഷന്റെ അകത്ത് നമുക്കറിയാം കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കോൺഫ്ലിക്റ്റുകൾ വരാതിരിക്കാൻ മാക്സിമം നോക്കാം. ഇനി വരാണെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം.
ഇനി ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ട്. നമ്മൾ HR മാനേജർ, HR എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേ ഒരു ലെവലിൽ തന്നെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്? ഫിനാൻസ് മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് അറിയാലോ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൺസൾട്ട് ചെയ്യേണ്ടത്, അത് ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി ആര് ശ്രമിക്കണം? HR മാനേജേഴ്സ് ശ്രമിക്കണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ഡ്യൂട്ടീസ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തമ്പിട്ടാൽ മതി. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കവർ ചെയ്യും. അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ദെൻ മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പിടാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ചോദിച്ചാൽ മതി. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, നോക്കാട്ടോ. ഇനി വേറൊരു കാറ്റഗറീസ് ഓഫ് മാനേജറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ആരാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ലൈൻ മാനേജർ, ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടിയാണ്. ആർക്കെങ്കിലും അറിയോ ലൈൻ മാനേജർ ആരാണോ? അറിഞ്ഞൂടാ? ഓക്കെ, ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് അവരുടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞൂടാ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൃഷ്ണപ്രിയ കറക്റ്റ് ആണ്. ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോ a line manager is an employee who direct, manage other employees and day-to-day operation while reporting to higher rank managers. എന്നുവെച്ചാല് ജസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് ആരായിരിക്കും അവിടുത്തെ ഹെഡ്? പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും. അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് പർച്ചേസ് മാനേജർ ആയിരിക്കും. ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന ആൾക്കാർ, അങ്ങനെ വരുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഇനി സം റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ ലൈൻ മാനേജേഴ്സിന് ചില എന്ത് പറയുന്നുണ്ട്? പേരുകൾ പറയാറുണ്ട്. റീറ്റെയിൽ ബിസിനസ്സിലൊക്കെ വരുമ്പോൾ ഒരു ഹെഡ് കാഷ്യർ, ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൂപ്പർവൈസർ ആണ് ഞാൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ ആണ്. ഓർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വരാനുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ ആണ്. ഈ ഒരു പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മള് ഒരാളോട് ജോബ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സൂപ്പർവൈസർ ആണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സെഷൻ ലീഡർ ആണെന്ന് പറയാറുണ്ട്. ഇപ്പം IT റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള സർവീസുകളാണെങ്കിൽ അവർ പറയും ഇന്ന സെഷന്റെ ലീഡർ ആണ്, സെഷൻ ലീഡർ ആണ്, അല്ലെങ്കിൽ ടീം ലീഡർ ആണ് എന്നൊക്കെ പറയും. ഓക്കെ, ഇതെല്ലാം അല്ലെങ്കിൽ ഓഫീസ് മാനേജർ ഓർ ടീം ലീഡർ ഒക്കെയാണ് ലൈൻ മാനേജേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ലൈൻ മാനേജർ ആരാന്ന് മനസ്സിലായല്ലോ? നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിന് കീഴിൽ വരുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, അവരെ കൊണ്ട് ജോബ് നല്ല രീതിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ലൈൻ മാനേജേഴ്സിന് എക്സാമ്പിൾസ് പറഞ്ഞാലാണ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, then session leader, പിന്നെ ഓഫീസ് മാനേജർ ഓർ ടീം ലീഡർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലൈൻ മാനേജർ. The line manager is a person or employee of an organization who directly directs the other employee and is in the charge of all individuals working in the department. ഇപ്പൊ ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ്, ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈൻ മാനേജർ ആണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എന്റെ കീഴില് ആരുണ്ടാവും? ഒത്തിരി ആരുണ്ടാവും? സെയിൽസ് പേഴ്സൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ സെയിൽസ് പേഴ്സൺസിനെ എല്ലാവരെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഉത്തരവാദിത്തം ആർക്കാണ്? ലൈൻ മാനേജർക്കാണ്. ഓക്കെ,
അപ്പോൾ the line manager report to someone in the higher position. അദ്ദേഹത്തിനും തൊട്ട് മുകളിലുള്ള പൊസിഷനോട് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിൽ ആരായിരിക്കും? മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും എംഡിയോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് ഈ താഴെ പറയുന്നത്. ഓക്കെ, റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ദ ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സെയിൽസ് പേഴ്സൺ വേക്കന്റ് ആയിട്ടുണ്ട്. സോ അവരെ ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ലൈൻ മാനേജർക്ക് ഉണ്ട്. ഇനി നോക്കാം, പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഓഫ് ന്യൂ ഹയർസ്. നമ്മളൊരു കുറച്ച് കുട്ടികളെ പുതിയ സെയിൽസ് പേഴ്സൺസിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ലൈൻ മാനേജേഴ്സിനുണ്ട്. Job rotation, ensure job rotation and minimize assessment coverage gap. നമ്മൾ ജോബ് റൊട്ടേഷൻ എൻഷുർ ചെയ്യുക, അതേപോലെ മിനിമൈസ് ചെയ്യുക. അസസ്മെന്റ് കവറേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അസസ്മെന്റ് കവറേജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പുകൾ കുറയ്ക്കാനായിട്ട് നോക്കാം. ജോബ് റൊട്ടേഷൻ മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാണ്. അപ്പോ എല്ലാ ജോബിനെ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എല്ലാ ജോബിനെ കുറിച്ചിട്ടും ഒരു ധാരണ വേണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ആവട്ടെ, ആ ഓർഗനൈസേഷനിൽ എന്തെല്ലാം വർക്കാണോ അതിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ധാരണ വേണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജോബ് റൊട്ടേറ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ജോബും കുറച്ച് നാളേക്ക്, ചിലപ്പോൾ 6 months ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു 3 months ആയിരിക്കും. അപ്പോ ആ ജോബ് റൊട്ടേഷൻ ഒന്ന് മിനിമൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം വെച്ചാല് ഞാൻ പറയുകയാണെങ്കിൽ 6 months എങ്കിലും ഒരു ജോബിൽ ഒരാൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യിപ്പിക്കണം. എന്നാലും അദ്ദേഹത്തിന് ആ ഒരു ജോബിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും, നോളജ് കിട്ടണമെന്നുള്ളൂ. ഒരു മാസമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ്, നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വരാനും നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ജോബ് പെർഫോം ചെയ്യാനും പറ്റണമെന്നില്ല. സോ ജോബ് റൊട്ടേഷൻ എൻഷുർ ചെയ്യുക, അതൊന്ന് അതിന്റെ ഒരു ഗ്യാപ്പ് മിനിമൈസ് ചെയ്യുക. ഓക്കെ, പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീം മെമ്പേഴ്സിനും എന്ത് കൊടുക്കാം? ജോബ് റൊട്ടേഷൻ കോച്ചിങ് കൊടുക്കാം. ഇപ്പോ മാർക്കറ്റിംഗിലേക്ക് കുറച്ച് ന്യൂ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ട്, അവിടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് വേണ്ട കോച്ചിങ്ങിന് എക്സ്ട്രാ എന്തെങ്കിലും കോച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. നമ്മൾ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്കുകൾ നമ്മുടെ ടീം മെമ്പേഴ്സിന് പറയാം. ടീം മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Communicating and ensuring understanding of functional or departmental goals. നമ്മളുടെ ഫങ്ഷണൽ അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഗോൾ എന്താണ്? അത് നമ്മൾ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ ഇത്രയും ടാർജറ്റ് ഉണ്ടാവും, ഇത്രയും യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണമെന്നായിരിക്കും. അപ്പൊ ആ ഒരു ടാർജറ്റ് നമ്മൾ ആരോട് പറയണം? നമ്മുടെ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. Measuring the individual and team metrics and performance against target and monitoring the progress. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല പെർഫോമൻസ് നമ്മൾ ടാർജറ്റ് ചെയ്തപ്പോ അതിന് പെർഫോമൻസ് എങ്ങനെയാണ്? നമ്മുടെ ടാർജറ്റ് ഇതാണ്, നമ്മുടെ പെർഫോമൻസ് അതിനനുസരിച്ച് ഇത്രയും കൂട്ടണം. അതേപോലെ നമ്മുടെ പ്രോഗ്രസ്, നമ്മൾ ആ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമ്പിൾ പറയാനല്ല, അവർക്ക് ഇത്രയും ടാർജറ്റ് ഉണ്ടാവും എന്ത് ചെയ്യാനായിട്ട്? സെയിൽ ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മോണിറ്റർ ചെയ്യണം. അവർ സെയിൽ ചെയ്യുന്നുണ്ടോ? ഒരു 1 monthലേക്ക് ഇത്രയും യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡെയിലി ടാർജറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാം. അവരുടെ പ്രോഗ്രസ് ഉണ്ടോ, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ലൈൻ മാനേജർക്ക് ഉണ്ട്. ഇനി റെക്കഗ്നൈസിംഗ് വെൻ കറക്റ്റീവ് ആക്ഷൻ റിക്വയർഡ്. ഇനി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ എംപ്ലോയീസ് ആണ്, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. Ensuring quality standard for all the process on their team. നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറയാറുണ്ട്. ഇന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. സോ നമ്മുടെ ടീമിന്റെ
ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇവാലുവേറ്റിംഗ് ഓവറോൾ ടീം ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്, നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണ്, അതേപോലെ ഓരോ വ്യക്തി ആ ടീമിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് പെർഫോമൻസ് ഇവാലുവേഷൻ, ഓരോ വ്യക്തിയുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്, ലൈൻ മാനേജർക്ക് ഉണ്ട്. ഇനി നോക്കാം, enlarging and coordinating with other line managers across the organization. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒറ്റ ലൈൻ മാനേജർ ആയിരിക്കില്ല ഉണ്ടാകുക. ശരിക്കും ഒരു ഞാൻ പറഞ്ഞു, സെയിൽസ് മാനേജറിന്റെ കാര്യം പറഞ്ഞു, ദെൻ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫിനാൻസ്, ചീഫ് അക്കൗണ്ടന്റ്, അങ്ങനെ ഒത്തിരി സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാവും. അവരെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. Providing report on productivity and other performance indicators to senior management. നമ്മളുടെ പ്രൊഡക്ടിവിറ്റീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതേപോലെ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും സീനിയർ മാനേജറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ലൈൻ മാനേജറിനുള്ളത്. ചില കൂടുതലായിട്ട് ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ടീം നമ്മള് ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ എന്റെ കീഴിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ ജോബ് പ്രൊഫഷൻസ് അലോ ചെയ്യുക. പിന്നെ അവർക്ക് നമ്മുടെ ടീം, ഹോൾ ടീമിന് വേണ്ട കോച്ചിങ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്, നമ്മളുടെ ഇൻഡിവിജ്വൽസിന്റെ അതേപോലെ തന്നെ ടീമിന്റെയും പെർഫോമൻസ് എന്തൊക്കെയാണ്, അവരുടെ പ്രോഗ്രസ്സുകൾ എങ്ങനെയുണ്ട്, അത് ടാർഗറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അതേപോലെ ഒരു ക്വാളിറ്റി ഉണ്ട്, നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്യാനായിട്ട് ഇന്ന ക്വാളിറ്റീസ് അത് നമ്മൾ എൻഷുർ ചെയ്യുക. നമ്മുടെ ടീം ഓവറോൾ ടീമിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ മറ്റ് ലൈൻ മാനേജേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതേപോലെ നമ്മൾ റിപ്പോർട്ട്, പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ടുകൾ, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അത് നമ്മുടെ സീനിയർ മാനേജ്മെന്റിനോട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് കൂടുതലായിട്ട് ലൈൻ മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒതുങ്ങി, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്, ലൈൻ മാനേജറിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക, അതെല്ലാം പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, ലൈൻ മാനേജറിന്റെ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. ഓക്കേടാ, ഒരു മിനിറ്റ്. പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് എങ്ങനെയാണ് ആ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർജറ്റുകൾ ഉണ്ടാവും. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ടാർജറ്റ് ഉണ്ടാവും. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റും, 1 മന്ത് നമ്മൾ ഇത്രയും യൂണിറ്റ്സ് സെയിൽ ചെയ്യണം എന്നുണ്ട്. അപ്പൊ ആ സെയിൽ ചെയ്യുന്ന ടാർജറ്റ്, ചില എംപ്ലോയീസ് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ചിലപ്പോൾ ടാർജറ്റിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാറുണ്ട്, സെയിൽ ചെയ്യാറുണ്ട്. സോ ആ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്, അവർ ഇപ്രാവശ്യം ടാർജറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ. നമ്മൾ ടാർജറ്റ് അറ്റൈൻ ചെയ്യാത്ത എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അവരെ തിരിച്ചുവിടുന്നതായിട്ട് വരും. അല്ലെങ്കിൽ നന്നായിട്ട് ടാർജറ്റ് അറ്റൈൻ ചെയ്തവരാണ്, ടാർജറ്റിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് റിവാർഡ് കൊടുക്കും, ചില റിവാർഡ് ഓർ അപ്രിസിയേഷൻ കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. സെയിൽസിൽ പറയില്ല ഇത്രയും യൂണിറ്റ്സ് ടാർജറ്റ് ഉണ്ട്,
ഓക്കെ ഓക്കെ, നമ്മൾ ഗ്രാഫില് നമ്മളത് വർക്ക് ചെയ്യും. ഇപ്പൊ ഒരാളുടെ ഗ്രാഫ് കാണിക്കുക, എല്ലാ എംപ്ലോയീസിന്റെ പേരുണ്ട്, അവരുടെ ഗ്രാഫാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈ ഡയഗ്രം യൂസ് ചെയ്തിട്ട് നമ്മൾ അവര് പൈ വേണ്ട ഒരു ലൈൻ ഗ്രാഫ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ലൈൻ ഗ്രാഫോ അല്ലെങ്കിൽ ബാർ ഡയഗ്രമോ യൂസ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഒരു നമ്മള് എന്താ പറയാ ഒരു ചാർട്ട് ആണ്, ഒരു ടേബിൾ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഒരു ചാർട്ട്. അതില് നമ്മളൊരു ലൈൻ ഗ്രാഫോ അല്ലെങ്കിൽ എന്താ പറയാ ബാർ ഗ്രാഫോ യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ എംപ്ലോയീസിന്റെ പേരുണ്ട്. ഇൻ എംപ്ലോയി എത്രയാണ് 5,000 യൂണിറ്റ് സെയിൽ, മാസ്റ്റർ സെയില് ഇൻ എംപ്ലോയി 5,000, നെക്സ്റ്റ് എംപ്ലോയി 4,500, നെക്സ്റ്റ് എംപ്ലോയി 3,500, പിന്നെ 3,000. ടാർജറ്റ് നമ്മൾക്ക് 3,000 ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ആരാണ് ചെയ്തിരിക്കുന്നത്, ഇത് ഫസ്റ്റ് എംപ്ലോയി ആണ്. സോ അദ്ദേഹമായിരിക്കും അങ്ങനെ അവര് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്യുക, അവരുടെ ടാർജറ്റ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മള് ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മെഷർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വർക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ടീമിനും അവരുടെ കറക്റ്റ് ആയിട്ട് അവർ മെഷർ കറക്റ്റ് മെട്രിക്സ് യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടോ, ആ ടീമുകൾ ഓരോ ടീമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഇൻഡിവിജ്വൽ ടാർജറ്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ടീമായിട്ട് ചിലപ്പോൾ 5 പേഴ്സൺസിന്റെ ഗ്രൂപ്പ് ഒരു ടീമായിരിക്കും, ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ആ ടീം എത്ര യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട് നോക്കും. അതേപോലെ ഓരോ ഇൻഡിവിജ്വൽസും എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് നമ്മൾ അത് മെഷർ ചെയ്യുന്നു. ഇനി പെർഫോമൻസ്, ഇനി ടാർജറ്റ് എന്താണ്, നമ്മുടെ ടാർജറ്റ് ഉണ്ട്, നമ്മൾ ഇത്രയും യൂണിറ്റ്സ് ഇൻ എ മന്ത് നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണമെന്നുണ്ട്. സോ ആ ടാർജറ്റ് എങ്ങനെയാണ്, പെർഫോമൻസ് അവരുടെ ഡേ ടു ഡേ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പോൾ ഓരോ ദിവസത്തെയും പെർഫോമൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ പ്രോഗ്രസ് ഇനി ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും, ആ ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം പെർഫോമൻസ് എന്ത് ചെയ്യും, അറ്റൈൻ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യും. ഈ എംപ്ലോയി അത്രയും പെർഫോമൻസ് അത്ര സെയിൽ ചെയ്യുന്നില്ല, സോ ആ ഒരു എംപ്ലോയി വീക്കാണ്. സോ നമ്മൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല. സോ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ ആ ഇൻഡിവിജ്വലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയുള്ളൂ. ഓരോ ഇൻഡിവിജ്വലിന് മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വലിനെയും മെഷർ ചെയ്യുക, അതുപോലെ അവരുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള എഫേർട്ടും മെഷർ ചെയ്യുക. ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസും എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുക. അതേപോലെ ടീമായിട്ട് നമ്മൾ ഇത്രയും ഇന്ന ടീം എത്ര ഗുഡ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്, സോ അവർ ടീമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യും. ഇൻഡിവിജ്വൽ വർക്ക് മെഷർ ചെയ്യും. ജസ്റ്റ് ഇതിപ്പോ ഞാൻ സെയിൽസിന്റെ കാര്യം പറഞ്ഞത്, നമ്മളൊരു IT ഫേം ആണെന്ന് വിചാരിക്കും, IT റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ടീമായിട്ട് എന്താണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്, ടീമായിട്ട് ആ പറഞ്ഞ ടാർജറ്റ് അല്ലെങ്കിൽ ആ പറഞ്ഞ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇനി ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ചിലപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്നത് അതിൽ ഏതെങ്കിലും 1 or 2 ഇൻഡിവിജ്വൽ ആയിരിക്കും. സോ നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസും മെഷർ ചെയ്യും, ഓരോ ടീം പെർഫോമൻസും മെഷർ ചെയ്യും. അത്രേ ഉള്ളൂ. റെക്കഗ്നൈസിംഗ് ദെൻ കറക്റ്റ്. അപ്പോൾ എവിടെയാ, എത്രാമത്തേലാ? ആ ഓക്കെ റെക്കഗ്നൈസിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിക്വയർഡ്. നമ്മൾ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ട്, നമ്മൾ ആ പറഞ്ഞ ടാർജറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിൽ നിന്ന് മാറിയിട്ടുണ്ട്, ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ അത് നമ്മൾ കാരണം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കറക്റ്റീവ് ആക്ഷൻ എടുക്കും, കൺട്രോൾ ചെയ്യും. കൺട്രോളിംഗ് ഒരു സ്റ്റെപ്പാണ്. റെക്കഗ്നൈസിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിക്വയർഡ്. നമ്മൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കും, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അത്രേ ഉള്ളൂ.
എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തൂലേ, അതേപോലെ തന്നെ ലൈൻ മാനേജർ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് എന്ത് മിസ്റ്റേക്ക് ആണ് പറ്റിയതെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പറയും ഇന്ന കറക്റ്റ് ആക്ഷൻസ് എടുക്കണം, തിരുത്തി കൊടുക്കും. അത് പറയും ഇന്ന രീതിയിൽ സേവ് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, കറക്റ്റ് ആക്ഷൻസ് എടുക്കുക. റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ. ഇനി ഇമ്പാക്ട്സ് ഓഫ് HR upon organizational പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷണൽ പെർഫോമൻസിൽ എന്തെല്ലാം മാറ്റങ്ങൾ, ഇമ്പാക്ട്സുകൾ, എന്തൊക്കെ കാര്യങ്ങൾ റിസൾട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ ഇമ്പാക്ട്സ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. HRM practice can improve the employee skills and abilities. ഒരു ഓർഗനൈസേഷനിൽ HR നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ അതേപോലെ തന്നെ സ്കില്ലും എബിലിറ്റീസും കഴിവുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഓർഗനൈസേഷനിൽ നല്ലൊരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള എംപ്ലോയീസിന്റെ അവരുടെ സ്കില്ലും എബിലിറ്റീസും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ എംപ്ലോയീസ് വീക്ക് ആണെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആർക്ക് പറ്റും, HR ഡിപ്പാർട്ട്മെന്റിന് പറ്റും. സോ ദാറ്റ് ദേ ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. സോ ഒരു ഇൻഡിവിജ്വലിനെ ഇംപ്രൂവ് ചെയ്യുക, ഒരു ഇൻഡിവിജ്വലിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട സ്കിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതുവഴി നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള മീനിങ് വരുന്നത്. സോ ഒരു ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂൾ യൂസ്ഡ് ടു ഡെവലപ്പ് സ്കിൽ ആൻഡ് നോളജ് ആൻഡ് എ മെത്തഡ് ഓഫ് ബൂസ്റ്റിംഗ് ഇൻഡിവിജ്വൽ. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മളെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യണം, HR പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പറ്റുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മുഖേനയാണ് നമുക്ക് ഓരോ എംപ്ലോയീസിനും സ്കില്ല് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൂട്ടാനായിട്ട് പറ്റുന്നത്. സോ മാനേജ്മെന്റിന്റെ ഒരു ടൂളാണ് എന്ത്, ട്രെയിനിങ്. അപ്പോൾ നമ്മുടെ ന്യൂലി ഹയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല ട്രെയിനിങ്, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള നോളജ്, അദ്ദേഹത്തിന് വേണ്ട സ്പെഷ്യൽ സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. ചില സ്ഥാപനത്തിൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണെങ്കിൽ ചില സ്ഥാപനത്തിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. ഓൺ ദി ജോബ് എന്ന് പറഞ്ഞാൽ ജോബിൽ ഇരിക്കുക തന്നെ ട്രെയിനിങ് കൊടുക്കും. ഓഫ് ദി ജോബ് എന്ന് പറഞ്ഞാൽ ജോബിൽ നിന്ന് മാറ്റി ലെക്ചർ ക്ലാസ് പോലെ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്ന ജോബിലേക്ക് പ്ലേസ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ പറയുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലാണ്. ജോബിന്റെ ഒപ്പം തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ്, നമ്മുടെ ട്രെയിനിങ് പീരീഡിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കേട്ടോ, ട്രെയിനിങ് പീരീഡ് ആണ് കഴിഞ്ഞാലാണ് പ്ലേസ്ഡ് ആവുള്ളൂ, പെർമനന്റ് ആവുള്ളൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതാണ് ട്രെയിനിങ് കൊടുക്കുക. ഈ ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമുക്ക് HR ഡിപ്പാർട്ട്മെന്റിനാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻഡിവിജ്വൽസിന്റെ നോളജും സ്കില്ലും ബൂസ്റ്റ് ചെയ്യാൻ, കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി ആൻ ഓർഗനൈസേഷൻ കറന്റ് പെർഫോമൻസ് ഇൻ എ ടേം ഓഫ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ നമ്മളൊരു നല്ല രീതിയിൽ നമ്മുടെ എംപ്ലോയീസിന് നല്ല രീതിയിൽ ട്രെയിനിങ്ങും നല്ല നോളജ് ഒക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നല്ല കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന്റെ കറന്റ് പെർഫോമൻസിനേക്കാളും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല എഫിഷ്യൻസി, മുമ്പത്തേക്കാളും നല്ല രീതിയിൽ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്സും കൂട്ടാനും പ്രൊഡക്ടിവിറ്റിയുടെ കേസാണ് വിചാരിക്കുക, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒട്ടും ട്രെയിനിങ് ഇല്ലാത്ത ഒരാള് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ, നല്ല ട്രെയിനിങ്, നല്ല സ്കില്ലും നല്ല നോളജും ഉള്ള ഒരു വ്യക്തി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വേസ്റ്റേജ്, മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് ഒക്കെ കുറവ്. മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് ഒക്കെ എപ്പോഴായിരിക്കും കുറവ്, ഒരു നന്നായിട്ട് ട്രെയിനിങ്ങും നോളജും ഉള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവ്നെസ്സോട് കൂടി, കറക്റ്റ് ആയിട്ട്, നല്ല ഉത്തരവാദിത്തത്തോടു കൂടി, നല്ല എഫിഷ്യൻസിയോട് കൂടി ആയിരിക്കും ആ ഓരോ ജോബും ചെയ്യുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ അവിടെ വേസ്റ്റേജ് ഓഫ് ടൈം വരുന്നില്ല, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് വരുന്നില്ല, വേസ്റ്റേജ് ഓഫ് കോസ്റ്റ് വരുന്നില്ല.
ഇങ്ങനെയൊക്കെ വരാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി HRMന്റെ HRM അഫക്ട് ചെയ്യുന്ന പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്. താഴെ പറയുന്ന ഓരോ കാര്യങ്ങളിലും HRM അഫക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്ട്സ് HRMന് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു HRM മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു HRM ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനായിട്ടും റിറ്റെയിൻ ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട്. അതുവഴി നല്ല ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് അച്ചീവ് ചെയ്യാനും പറ്റും. നമുക്ക് നോക്കാം എന്തെല്ലാമാണ്, ഏതൊക്കെ പോയിന്റ്സ് ആണ് HRM ഇതിനെ അഫക്ട് ചെയ്യുന്നത് എന്ന്. ഫസ്റ്റ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലായിടത്തും ഉണ്ടാകുന്ന എന്താണ്, റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. നമുക്കതൊരു വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ അതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ചില നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ട്, നല്ല എഫിഷ്യന്റ് ആയിട്ട്, നല്ല എന്താ പറയാ, നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. അതൊരു ഫുൾ ഉത്തരവാദിത്തം മാത്രമാണ് HR ഡിപ്പാർട്ട്മെന്റിനാണ്. The recruitment process is an essential aspect in any organization which mainly derive the output and efficiency of the organization. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റ് ആണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. നമ്മൾ റിക്രൂട്ട്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. ഇനി നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അതേ രീതിയിലുള്ള എംപ്ലോയീസിന് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ടും എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഒരു HR ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. Recruitment process of any organization is mainly controlled by human resource human management department of the organization. അപ്പോ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, HR ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ഫുള്ളായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിപ്പോ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചായാലും അവിടേക്ക് ആവശ്യമുള്ള ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ, സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നിങ്ങളായാലും ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് നോക്കുമ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അവിടെ നിന്നായിരിക്കും റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷന്റെ പ്രോസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പോ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് എന്ത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിന്റെ ഔട്ട്പുട്ടിനെയും എഫിഷ്യൻസിനെയും നേരിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചും റിക്രൂട്ട്മെന്റ് പ്രോസസ് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്കില്ലുകൾ വേണം. കാരണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മളിത് റിക്രൂട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. HR മാനേജർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു എബിലിറ്റി വേണം. ഒരു സ്റ്റാഫ് എന്ത് ചെയ്യണം, ആ സ്ഥാപനത്തിൽ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റീവ്, ഇപ്പോൾ പറയില്ലേ, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണം. അതേപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളൊരു ടീം ലീഡർ എന്നൊരു നിലയിൽ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മളും എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ അവരെന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ഇനി ഓരോ സിറ്റുവേഷൻസും അനലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ, പ്രോബ്ലംസ്, കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തണം.
ഇനി മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ മാനേജ് ചെയ്യും, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി. എന്നുവെച്ചാല് സാധാരണ മാനേജ് നമ്മൾ സാധാരണ പോയി അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ അനുസരിക്കാനൊക്കെ എടുക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നല്ലൊരു പവർ വേണം, ഒരു എന്താ പറയാ കമ്പാൻഷൻ, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ വേണം. പിന്നെന്താണ്, ടെക്നിക്കൽ സ്കില്ല് വേണം. HR മാനേജേഴ്സിന് ടെക്നിക്കൽ സ്കില്ല് വേണം, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നോളജ് വേണം. പിന്നെന്താ, ഡിസിഷൻ മേക്കിംഗ് കപ്പാബിലിറ്റി വേണം. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കുക, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് വേണം? HR മാനേജർക്ക് വേണം, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് വേണം. നമുക്ക് ഇത് നോക്കാം എന്തെല്ലാം സ്കിൽസ് ആണ് HR-ന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടത്, അല്ലെങ്കിൽ HRM-ന് വേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് efficiently and work with other staff member across the organization. നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്, നല്ല കോപ്പറേഷനോട് കൂടി കോർഡിനേഷനോട് കൂടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്ക് വേണം? HR-ന് വേണം. എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ടു മോട്ടിവേറ്റ് അതർ സ്റ്റാഫ് ഫോർ പ്രൊഡക്റ്റീവ് ഔട്ട്കം. നല്ലൊരു എബിലിറ്റി വേണം, വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി വേണം. അതേപോലെ സ്റ്റാഫുകൾ, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്, നല്ല പ്രൊഡക്റ്റീവ് ഔട്ട്കം ചില അവരുടെ വർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ചില എംപ്ലോയീസ് ചിലപ്പോൾ വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയിൽ കുറവുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കണം. The ability to analyze the situation is essential for solving any issue in the organization. നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ആ സിറ്റുവേഷൻ എന്താണെന്ന് അനലൈസ് ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? HR-നാണ്. എബിലിറ്റി ടു ഗൈഡ്, മാനേജ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ട ഗൈഡൻസ്, അവരെ മാനേജ് ചെയ്യാം എന്നുള്ള എബിലിറ്റീസ് ആർക്ക് വേണം? HR-ന് വേണം. The position must be aware about the technical things. Okay, ഈ HR എന്ന് പറയുന്ന ആ പൊസിഷനിലുള്ള വ്യക്തിക്ക് ടെക്നിക്കൽ സ്കില്ലിനെ കുറിച്ച് ഒരു ധാരണ വേണം. നമ്മളുടെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ്, അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു നോളജ് വേണം. ഇനി കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നോളജ് വേണം. ഇപ്പൊ ചിലപ്പം IT ഫീൽഡൊക്കെ ആണെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ലൊരു ധാരണയുള്ള വ്യക്തിയായിരിക്കണം HR എന്ന് പറയുന്നത്. In order to manage the technical resource in the restaurant എന്നാണ് അത് മാറ്റിയിട്ട് ഓർഗനൈസേഷൻ ആക്കാട്ടോ. In order to manage the technical resource in the organization, നമ്മുടെ ഓർഗനൈസേഷനിലെ ടെക്നിക്കൽ റിസോഴ്സുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ടെക്നിക്കൽ സ്കില്ലും കമ്പ്യൂട്ടർ നോളജ് വേണം. The fundamental thing in the decision making capability, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് capability ആണ്. അദ്ദേഹത്തിന് ഡിസിഷൻസ് എടുക്കാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടോ? കറക്റ്റ് കൺക്ലൂഡ്, നമ്മളൊരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ സക്സസിനെയും ഫെയിലിയറിനെയും വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫെയിലിയറിലേക്ക് പോകും. ഇനി നമ്മൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യും. സോ ഏതൊരു HR മാനേജറും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും കൂടി ആവണം. ഓക്കെ, നല്ല കോൺഫിഡൻസ് വേണം. ക്രൂഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വേണം. അതെടുത്താൽ ശരിയാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ആർക്ക് വേണം? HR മാനേജർക്ക് വേണം. The fundamental thing is the decision making capability and the confidence to manage crucial decision making within the organization. ഓർഗനൈസേഷനിൽ ക്രൂഷ്യൽ ആയിട്ട് എടുക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി എടുക്കാനായിട്ട് പറ്റണം. ചില കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി വേണം. അതെ, ഓക്കെ.
impacts of HRM on organizational performance. Last നമ്മൾ recruiting and skilled individuals വരെ ഒന്ന് റീഡ് ചെയ്തേ. Okay. നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് വരാണ്. റീഡ് ചെയ്ത് കഴിഞ്ഞ എല്ലാവരും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് എംപ്ലോയീസ് റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട്, റീറ്റെയിൻ ചെയ്യാനായിട്ട്, ജസ്റ്റ് അങ്ങനെ പറഞ്ഞുള്ളൂ, റീറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് കൊഴിഞ്ഞുപോക്ക് ഉണ്ടെന്ന് വെച്ചാൽ സ്ഥാപനത്തിൽ ഒരുപാട് എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ നമ്മുടെ സ്ഥാപനത്തിൽ കൊഴിഞ്ഞു പോവാണ്. വീണ്ടും അവർ നമുക്ക് വിഡ്രോ ചെയ്ത് വേറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വേണ്ട എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? HR-നുണ്ട്. കാരണം അവർക്ക് വേണ്ട ട്രെയിനിങ്ങും അവർക്ക് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാണ് വേണ്ടത്. ഇനി അപ്പൊ നമ്മൾ പറയും, അയ്യോ എംപ്ലോയീസ് എല്ലാവരുടെ ഇഷ്ടത്തിനല്ലേ പോണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സുകൾ ഉണ്ട്. നമ്മള് കേട്ടിട്ടുണ്ടാവും, ബോണസ് കൊടുക്കും അല്ലെ, എംപ്ലോയീസ് ഇത്ര നാൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ്സ് കൊടുക്കും, ബോണസ് കൊടുക്കും, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ്, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഒക്കെ എംപ്ലോയീസിന് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നിർത്താണെങ്കിൽ അതുവഴി നമുക്ക് നമ്മളുടെ എന്താണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കുറവായിരിക്കും എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്ത് പോകുന്നത്. നോക്കാം, എംപ്ലോയീസ് റീറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക. എങ്ങനെ റീറ്റെയിൻ ചെയ്യാം? എംപ്ലോയീസിന് വേണ്ടി ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ അവരെ സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യാൻ, റീറ്റെയിൻ ചെയ്യാം. മാനേജിംഗ് എംപ്ലോയി റിറ്റൻഷൻ ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് പ്ലാൻസ് ടു സസ്റ്റെയിൻ ഹൈ എംപ്ലോയി മോറൽ ആൻഡ് focus so that elect to remain the employee and fully productive for the benefits of the organization. നമ്മൾ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ഹൈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുക, മോറലൊക്കെ നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്, അവരെ റിറ്റെയിൻ ചെയ്യാനായിട്ട്, ആ എംപ്ലോയീസിന് നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് വഴി എംപ്ലോയീസിനെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട്, അവരുടെ മാക്സിമം എഫേർട്സ് എടുക്കാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഓർഗനൈസേഷന് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, അവരുടെ ഫുൾ പെർഫോമൻസ് കാഴ്ചവെപ്പിക്കാം.
A comprehensive employee retention program can play a vital role in both. അപ്പോൾ നല്ലൊരു കോംപ്രിഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് നമ്മുടെ എംപ്ലോയീസിനും അതേപോലെ തന്നെ സ്ഥാപനത്തിനും സംബന്ധിച്ച് ഒരു വൈറ്റൽ റോൾ ആണ്. അട്രാക്ടിങ് ആൻഡ് റിറ്റെയിനിങ് കീ എംപ്ലോയീസ്. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കീ എംപ്ലോയീസ്, കീമാൻ ഇൻഷുറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കീമാൻ ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ഒരു കീമാൻ പൊസിഷൻ. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആസ് വെൽ ആസ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതോടുകൂടി റെഡ്യൂസിങ് ടേൺ ഓവർ നമുക്ക് എംപ്ലോയീസ് ടേൺ ഓവർ ആണ്. നിങ്ങൾ ആ ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗുഡ്സ് സെയിലിന്റെ കാര്യമായിരിക്കും. അത് എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് ഇവിടെ ഒന്ന് റെഡ്യൂസിങ് എംപ്ലോയീസ് ടേൺ ഓവർ എന്നാക്കിക്കോട്ടെ. എന്താണ് ആക്കേണ്ടത്? റെഡ്യൂസിങ് എംപ്ലോയീസ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. അതായത് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെന്റ് സെലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അത്രയും ചിലവൊക്കെ ചെയ്ത് നമ്മൾ അവരെ ഹയർ ചെയ്ത് പ്ലേസ്ഡ് ആക്കി. ദെൻ 1 year കഴിയുമ്പോഴേക്കും അവർ വേക്കന്റ് ആയിട്ട് പോവാണ്. അവര് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവാണെങ്കിൽ 1 year ഒന്നും വേണ്ട, 1 month കഴിയുമ്പോഴേക്കും ചിലവരൊക്കെ എന്തെങ്കിലും പോകും, കൊഴിഞ്ഞു പോകും, വിഡ്രോ ചെയ്യും. അങ്ങനെ വരാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HR ആണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങളും അതേപോലെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR-നാണ്. അപ്പോൾ എംപ്ലോയീസ് റിട്ടൻഷൻ ഓർ എംപ്ലോയീസ് ടേൺ ഓവർ നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? നമ്മളുടെ HR-നുണ്ട്. ഇവിടെ എംപ്ലോയീസ് ഈ ഒരു റെഡ്യൂസിങ് ടേൺ ഓവർ എന്നുള്ളടത്ത് എംപ്ലോയീസ് ടേൺ ഓവർ എന്നാക്കാം കേട്ടോ. ഓക്കെ ആണോ? റെഡ്യൂസിങ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പെട്ടെന്ന് തിങ്ക് ചെയ്യും, റീഡ് ചെയ്യുമ്പോൾ. പക്ഷെ അത് എംപ്ലോയീസ് ടേൺ ഓവർ എന്നാണ്. എംപ്ലോയീസിലേക്ക് ഒഴിഞ്ഞു പോക്ക് കുറയ്ക്കുക. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലേക്ക് ഒഴിഞ്ഞു പോക്ക് എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. മാം അതൊന്നും കൂടി പറയോ? ഓക്കെ. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. നല്ല രീതിയിൽ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റിറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? റിറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ നമുക്കത് ബാഡായിട്ട് അത് അഫക്ട് ചെയ്യും, ഓർഗനൈസേഷനെ ബാഡായിട്ട് അഫക്ട് ചെയ്യും. സോ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് എന്നൊരു ഡ്യൂട്ടിയും കൂടി ആര് വഹിക്കുന്നുണ്ട്? HR വഹിക്കുന്നുണ്ട്. ടേൺ ഓവർ കുറയ്ക്കുക, അത് എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കുക. അതുവഴി നമുക്ക് റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് വരും. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ എംപ്ലോയീസിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ. രാഹുല്, എന്റെ പേര് എന്താന്ന് അറിഞ്ഞൂടാ, ബോയാണോ കേളാണെന്ന് അറിഞ്ഞൂടാ. രാഹുൽ ബാലചന്ദ്രൻ ആണ്. നോ നീഡ് ടു ഹയർ ന്യൂ സ്റ്റാഫ് അറ്റ് ഓൾ ടൈം. നമുക്ക് പുതിയ സ്റ്റാഫിനെ, അതെവിടെ എന്ത് പോയിന്റാണെന്ന് അറിഞ്ഞില്ല, പറയാം. പുതിയൊരു സ്റ്റാഫിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല? ഹയർ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് തന്നെ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ സ്റ്റാഫുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല? ഹയർ ചെയ്യേണ്ടതായിട്ടില്ല. ആ ഒരു മീനിങ് വരുന്നത് കേട്ടോ. മനസ്സിലായ രാഹുൽ? രാഹുൽ തന്നെയാണോ പേര്? ഓക്കെ.
അപ്പൊ അത്രയും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ. ഓക്കെ, താങ്ക് യു. എന്താണ്? ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടല്ലോ. എല്ലാ ക്ലാസ്സിനും സെയിം നെക്സ്റ്റ് ഡേ മോക്ക് ടെസ്റ്റ് ഇടും കേട്ടോ. ഓക്കെ ഓക്കെ. താങ്ക് യു ഓൾ.